മുത്തേ ആശിക മുത്തേ കൊറേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്നേ മുത്തേ പുതിയ വെറൈറ്റി കേദർ ഉണ്ടല്ലോ മുത്തേ. വെറൈറ്റി കേദർ നല്ല ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് ബോട്ടുകാർ ഇറങ്ങിയിട്ട് ഫസ്റ്റ് കേദറാണ് ഇതാ. 2 ഐറ്റം കേദർ. അപ്പൊ ഈ കേദറിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പഠിപ്പിച്ചില്ല, അത്രേ ഉള്ളൂ കേട്ടോ. കേദർ ഇന്ന് കിലോ 200 രൂപ. നല്ല രണ്ടും നല്ല ഫ്രഷ് മീന്. കൽബേ ഇത് പഞ്ചാര കേദർ എന്ന് പറയും. നല്ല വൈറ്റ് മീറ്റ്, റെഡ് മീറ്റ് ഇതിലുണ്ടാവില്ല, വൈറ്റ് മീറ്റ്. അതേസമയം ഇത് നമ്മളിവിടെ സാധാ കേദര അല്ലെങ്കിൽ കേരാന്ന് പറയും. ചില ആളുകൾ ഇത് കണ്ടോ എലോഫിൻ ട്യൂണ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പൊ എന്താ പറയുക, അത് ഒറിജിനൽ അല്ല കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ റെഡ് മീറ്റ് ആയിരിക്കും. നമ്മൾ പറയാറുണ്ട് ഈ വൈറ്റമിൻ ഡി കുറവുള്ള ആളുകൾക്ക്, അതുപോലെ ജിമ്മിനൊക്കെ പോകുന്ന ആളുകൾക്ക് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള മീറ്റ് ഇതിലുണ്ടായിരിക്കും. നല്ല കൂടുതൽ നമ്മുടെ ശരീരത്തിന് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു മീൻ കൂടിയാണ് കേട്ടോ ഈ മീന്. ഈ എലോഫിൻ ട്യൂന എന്ന് പറഞ്ഞ ഈ യെല്ലോ ഷെയ്ഡ് വരുന്ന മീന്. അതേസമയം ഇത് വൈറ്റ് മീന്. ഈ മീനിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ആർക്കും കഴിക്കാം, അത് കൂടുതൽ വളർച്ച വെക്കുന്ന മീനാണ്. എന്ന് വെച്ചാൽ ആയുസ് കൂടുതൽ 5 വർഷം 10 വർഷമൊക്കെ ജീവിക്കാൻ കഴിവുള്ളൊരു മീനാണ് ഈ മീന്. അപ്പോൾ വലിപ്പം കൂടുന്തോറും ഈ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് കഴിക്കാൻ പറ്റാത്തൊരു മീനാണ്. കാരണം മെർക്കുറി കണ്ടന്റ് അഥവാ പോയസൺ ഉള്ള മീനാണ്. അതേസമയം ഈ മീനിന് ആ പ്രശ്നമില്ല. ഇത് വൈറ്റ് മീറ്റ് ആയിരിക്കും, റെഡ് മീറ്റ് ഇല്ല. ഈ മെർക്കുറി കണ്ടന്റ് കുറവായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഈ മെർക്കുറി കണ്ടന്റ് ഉള്ള മീനിനെ എങ്ങനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. മെർക്കുറി കണ്ടന്റ് ഉള്ള മീനിന് ഒരിക്കലും ഇതുപോലെ യെല്ലോ ഷെയ്ഡ് ഉണ്ടായിരിക്കില്ല കേട്ടോ. ഇത് കണ്ടോ ഒരു മഞ്ഞ, അതേപോലെ ഇതിനുണ്ടായിരിക്കില്ല. ചിലപ്പോൾ വാല്, ഇത് ബോട്ടിമീനായിട്ടാട്ടോ ക്ലിയറിൻ്റെ അകത്ത് വാലിലൊക്കെ നോക്കിയാൽ തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഈ വൈറ്റ് മീറ്റുള്ള ഈ കേദർ കഴിക്കാൻ പറ്റും കേട്ടോ. അതിനെ കൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇതാ കൂടുതൽ ഓക്സിജൻ ശ്വസിക്കുന്ന ഒരു മീനും, അതേപോലെ ഉറക്കത്തിൽ പോലും ശരീരം എപ്പോഴും ഫുൾ ടൈം അനങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു മീനാണ്. ചലനം എപ്പോഴും നിൽക്കാതെ ഫുൾ ടൈം 24 hours ചലനമുള്ള ഒരു മീനാണ്. 24 hours ആക്റ്റീവ് അല്ലേ? ആക്റ്റീവ് ആയിരിക്കും. കാരണം വെച്ചാൽ ചലനം എപ്പോൾ നിൽക്കുന്നോ ഈ മീന് മരിച്ചിട്ടുണ്ടാവുന്ന. കാരണം ഏത് മീനിനെ നമുക്ക് ജീവനോടെ കരയിലോട്ട് പിടിച്ചുകൊണ്ടുവരാൻ കഴിയും. അതേസമയം കേദറിനെ നമുക്ക് ജീവനോടെ കരയിലോട്ട് പിടിക്കാൻ കഴിയില്ല. കാരണം വളരെ സെക്കൻഡുകൾ കൊണ്ട് അല്ലെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് മരണം സംഭവിക്കുന്ന മീനും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് ഈ മീനിനെ നമുക്ക് ഒരിക്കലും ജീവനോടെ എന്താകില്ല, പിടിക്കാൻ കഴിയില്ല. അപ്പോൾ ഏറെക്കുറെ ഇന്ന് ഇതൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനൊക്കെ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഇനി ഡെയിലി വീഡിയോ ഉണ്ടാവും, മീനൊക്കെ ഉണ്ടാവോ? ഇൻഷാല്ലാ മീനുള്ളതൊക്കെ നമുക്ക് ഇടാന്ന്. അപ്പൊ ഏറെക്കുറെ ക്യാമറാമാൻ സായിദിനോടൊപ്പം ആശിഷ്. അതാണ് ഈ ഐല കൂടി ഈ ഐല കൂടി